ഗൈസ്, അപ്പം ഞാൻ രാവിലെ നിൽക്കുന്നത് തെന്മലയിലാണ്. തെന്മല മാരിയമ്മൻ കോവിൽ ഇന്ന് ഉത്സവമാണ്. അപ്പം രാവിലെ പൊങ്കാലയാണ്. എൻ്റെ അമ്മയും അമ്മാമ്മയും പൊങ്കാല ഇടുന്നുണ്ട്. അപ്പം രണ്ടുപേരും കലത്തിൽ വെള്ളമൊക്കെ നിറച്ച് തീയൊക്കെ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യമേ അമ്മാമ്മയുടെ കലത്തിൽ മാമച്ചി അരി ഇട്ടു. അപ്പം ഇടയ്ക്ക് മാമി അരി ഇട്ടായിരുന്നു, പക്ഷേ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് അമ്മാമ്മച്ചി അരി ഇടുന്നുണ്ട്. അപ്പോൾ ഇനി ഫുൾ അരി അമ്മാമ്മച്ചിയാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങളുടെ പൊങ്കാലക്കലത്തിൽ ഞാൻ അരി ഇടുന്നുണ്ട്. അപ്പം ഞാൻ അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛനാണ് അരി ഇടുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് അരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കുടഞ്ഞ് പാത്രത്തിൽ ഇട്ട് അത് കഴിഞ്ഞിട്ട് അച്ഛൻ അരി എടുത്ത് കലത്തിലേക്ക് ഇട്ട്. അപ്പം അച്ഛൻ അരി ഇട്ടതിന് ശേഷം അമ്മയാണ് അരി ഇടാൻ പോകുന്നത്. അപ്പം അമ്മ വന്ന് അരി ഇടാൻ പോവാണ്. അരി കയ്യിലേക്ക് എടുത്ത് അമ്മ കലത്തിലേക്ക് ഇട്ടു. അപ്പോൾ ഇനി ഫുൾ അരി അമ്മ കലത്തിലിടും. അപ്പം ആദ്യം അമ്മാമ്മയുടെ കലത്തിൽ വെള്ളം തിളച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മാമ്മ പാലൊഴിച്ചു. അപ്പം അമ്മാമ്മ പാലൊഴിക്കുകയാണ്. അപ്പം അമ്മാമ്മ പാൽപ്പായസവും അമ്മ ശർക്കര പായസമാണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ കലം തിളച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മ ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെയാണ്. അപ്പം നമ്മുടെ കലം നല്ലപോലെ തിളച്ച് കളഞ്ഞു. നല്ല രസമായിരുന്നു കാണാൻ. അപ്പം ഞാൻ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് നല്ലപോലെ തിളയ്ക്കുന്നുണ്ടായിരുന്നു. നല്ല തിളച്ച് തൂകി പോകുന്നുണ്ടായിരുന്നു. രസമുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ അരി ഇട്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി ശർക്കരയൊക്കെ ഇട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ എല്ലാവരും പൊങ്കാല ഇടുന്നതാണ് ഗൈസ്. ഇഷ്ടം പോലെ ആൾക്കാർ പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു. നല്ല എല്ലാവരും പല പല പായസങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. നല്ല പൊങ്കാലയായിരുന്നു. ഞാൻ ഇങ്ങനെ ചുറ്റിന് നടന്ന് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും എന്നെ ഇങ്ങനെ കിടന്ന് നോക്കുവാണ് ഗൈസ്. അപ്പോൾ നല്ല പുകയുണ്ടായിരുന്നു. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായി. അമ്പലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഗൈസ്. നോക്കിക്കോണേ എല്ലാവരും. അപ്പോൾ അമ്പലത്തിന് ചുറ്റുമൊക്കെ എല്ലാവരും നേരത്തെ സ്ഥലം പിടിച്ച് പൊങ്കാല ഇട്ടു. ഇല്ല നമ്മൾ അവിടെ പോയി പൊങ്കാല ഇട്ടേനെ. അപ്പോൾ ഇതാണ് അമ്പലം. അമ്പലത്തിൽ ഒരു പൊങ്കാല ഇടുന്നുണ്ട്. അപ്പം ഇതൊരു കുഞ്ഞു ക്ഷേത്രമാണ്, പക്ഷെ നല്ലൊരു അമ്പലമാണ്. അപ്പം ഇതാണ് അമ്പലത്തിൻ്റെ ചുറ്റുപാടും. അപ്പം നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് നടന്ന് പോവുകയായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഒരു 6 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. എന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ കലമൊക്കെ സെറ്റ് ചെയ്ത് പൊങ്കാല ഇടാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അമ്മാമ്മച്ചിയുടെ പാലിട്ട് ആ കലം തിളച്ച് തൂകി. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിവേദിക്കാൻ വേണ്ടി ആൾക്കാർ വന്നു. അപ്പം ചെണ്ട കൊട്ടി ആദ്യമേ കുറച്ച് ആൾക്കാർ പോയി. എന്നിട്ട് തിരുമേനി വന്ന് എല്ലാവരെയും നിവേദിച്ചിട്ട് പോയി. അപ്പം ഞങ്ങളുടെ കാലത്തിലും വന്ന് നിവേദിച്ചു ഗൈസ്. നിങ്ങൾ നോക്കിക്കോളൂ, കൊള്ളാമല്ലേ? അപ്പം ഞാൻ പുറകെ കിടന്ന് വീഡിയോ പിടിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വൈകിട്ടായി. നമ്മൾ ഉത്സവം കാണാൻ പോവാണ്. ഞാൻ ഊഞ്ഞാലാടി. അത് കഴിഞ്ഞ് എൻ്റെ മാമി ഊഞ്ഞാലാടി. ആരും അറിയാതെ ഞാൻ കുറച്ച് സ്റ്റെപ്പ് ഇട്ടപ്പോഴത്തേന് എൻ്റെ അമ്മ പിടിച്ചു. അമ്മ വീഡിയോ എടുത്ത് അതുപോലെ ഇട്ടു. പിന്നെ ഉത്സവം തുടങ്ങി. ആന കുനിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ചെണ്ടമേളമാണ് ഗൈസ്. പിന്നെ പലതരം കലാരൂപങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കലാരൂപങ്ങളാണ്. എനിക്കിഷ്ടപ്പെട്ടു. നരസിംഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൊക്ക് ഡാൻസ്, ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഗൈസ്. അവർ നല്ലപോലെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുറകെ ഒരു ലോറി വരുന്നുണ്ട്. പിന്നെ അടുത്തത് ഇതാണ്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഉത്സവമായിരുന്നു. കൊച്ചമ്പലമാണെങ്കിലും വലിയ ഉത്സവമായിരുന്നു. പിന്നെ ഫ്ലോട്ടൊക്കെ എന്ന് വെച്ചാൽ ലൈവ് ദൃശ്യാവിഷ്കാരമായിരുന്നു. എനിക്ക് തെറ്റിപ്പോയ. അപ്പോൾ അടുത്ത കുറച്ച് ചേച്ചിമാരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു. അടുത്ത ബട്ടർഫ്ലൈ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അടിപൊളിയാണ്. പിന്നെ കുറേ പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞിട്ട് നല്ല കലാരൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇത് കഴിഞ്ഞ് അടുത്തൊരു ഫ്ലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.